അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 131 വചനം ഇപ്രകാരം നമുക്ക് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലൂ റിബാ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅ്കുലു, നിങ്ങൾ തിന്നാതിരിക്കുവിൻ, റിബ പലിശ, അദ്ആഫൻ ഇരട്ടികളായ നിലയിൽ, മുളാഅഫത്തൻ ഇരട്ടികളാക്കപ്പെട്ട നിലയിൽ, ഇരട്ടികളായ നിലയിൽ, ഇരട്ടികളാക്കപ്പെട്ട നിലയിൽ പലിശ നിങ്ങൾ തിന്നാതിരിക്കുവിൻ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകൾ സസൂക്ഷ്മം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള വഴി അതാണ്. ലഅല്ലക്കും, നിങ്ങളായേക്കാം, തുഫ്ലിഹൂൻ വിജയികൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാനുള്ള വഴി അതാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്: പലിശ ഭക്ഷിക്കരുത്, അമിത പലിശ ഭക്ഷിക്കരുത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിനർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഓ യു ഹു ബിലീവ്, ഹേ വിശ്വാസികളെ, ഡോണ്ട് ഡേവർ ഇൻട്രസ്റ്റ്, നിങ്ങൾ പലിശയെ, അമിത പലിശയെ ആർത്തിയോടെ തിന്നരുത്. ഡബിൾഡ് ആൻഡ് റീഡബിൾഡ്, ഈ പലിശയെ ഇരട്ടിയാക്കുക, എന്നിട്ട് അതിനെ വീണ്ടും ഇരട്ടിയാക്കുക, ആ നിലയിലുള്ള ഒരു സമ്പ്രദായം അന്ന് നിലവിൽ നിന്നിരുന്നു. അതിന് എതിരായിട്ട് മനുഷ്യക്ഷേമത്തിൻ്റെ വഴികൾ ഇവിടെ തുറക്കപ്പെടുകയാണ്. ആൻഡ് ഫിയർ അല്ലാഹ്, നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊള്ളുക. വത്തഖുല്ലാഹ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയക്കുക. ദാറ്റ് യു മേ പ്രോസ്പർ,
നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുവാനുള്ള വഴി അതൊന്നു മാത്രമാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കാരണം അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ശിക്ഷ ഉറപ്പാണ്. അവനെ ഭയന്നുകൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളുടെ നേരെ അവൻ കാരുണ്യത്തോടുകൂടി തിരിയുന്നതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നത്, ദ വേഴ്സ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ്, ഈ വചനം വ്യക്തമായി സൂചിപ്പിക്കുന്നത്, ദറ്റ് ഓൾ ഫോംസ് ഓഫ് ഉസറി, എല്ലാ നിലയിലുള്ള അന്യായ പലിശകളും, ഉസുരി എന്ന വാക്കിന് അന്യായ പലിശ എന്നാണ് പറയുന്നത്, ദറ്റ് ഓൾ ഫോംസ് ഓഫ് ഉസുരി ആർ ഇല്ലിസിറ്റ്, എല്ലാ നിലയിലുള്ള അന്യായ പലിശകളും. അപ്പം ചോദിക്കും ന്യായ പലിശ ഉണ്ടോ എന്ന്. ഏതായാലും അന്യായ പലിശ എന്ന് പറയുമ്പോൾ അതിനെ ഡബിൾഡ് ആൻഡ് റീഡബിൾഡ്, ഇരട്ടിയാക്കുക വീണ്ടും ഇരട്ടിയാക്കുക, ആ നിലയിലുള്ള ഒരു ബിസിനസ് നടത്തി സമൂഹത്തെ ദ്രോഹിക്കുന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണത്. അപ്പോൾ ഹറാമായ നിലയിൽ, നിങ്ങൾ അന്യായമായ നിലയിൽ പലിശ, എല്ലാ നിലയിലുള്ള പലിശകളും ഇവിടെ ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹ് ആബ്സല്യൂട്ട്ലി ലോഡ്സ്, അല്ലാഹു തആല സമ്പൂർണമായ നിലയിൽ വെറുക്കുന്നതാണ്, ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അല്ലാഹ് ആബ്സല്യൂട്ട്ലി ലോഡ്സ് ദിസ് ആക്ട്, ഈ പ്രവൃത്തിയെ അല്ലാഹു കഠിനമായി വെറുക്കുന്നു. ആൻഡ് ദോസ് ഹു ഗോ അഗൻസ്റ്റ് ഹിസ് കമാൻഡ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ആരാണോ നീങ്ങുന്നത്, ആൻഡ് കൺസ്യൂം ഉസറി, എന്നിട്ട് ഈ പലിശ വാങ്ങിച്ച് അവൻ ഉപയോഗിക്കുന്നത്, ഷാൽ ബി പെയ്ഡ് ബാക്ക്, അവൻ തിരികെ നൽകേണ്ടി വരും, ഫോർ ദെയർ ഡിസൊബീഡിയൻസ്, അവരുടെ ഈ അനുസരണക്കേടിൻ്റെ ഫലം അവർ തിരികെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഫലം അവരനുഭവിക്കുമെന്നർത്ഥം. ഖുർആൻ 2:76-77 ഇത് സംബന്ധമായി വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അവിടെ പരിശോധിക്കാൻ ഖലീഫത്തുള്ള പറയുന്നു. ഏതായാലും എല്ലാ നിലയിലുള്ള പലിശകളിൽ നിന്നും മനുഷ്യൻ അകന്നു നിൽക്കുക. ഇത് സംബന്ധമായിട്ട് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഇന്ന് ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഏർപ്പെടാത്ത ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതിലൊക്കെ അവർ ഇൻട്രസ്റ്റ് എന്ന പേരിൽ തന്നെയാണ് അത് രേഖപ്പെടുത്തുന്നത്. അതൊരു നിശ്ചിതമായ ഇത് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനൊരു വ്യവസ്ഥിതിയിലൂടെ അല്ലാതെ ഇന്ന് മാനവ ജീവിതം കടന്നു പോകുന്നില്ല. അതിൽ ഖലീഫത്തുള്ളാഹിൻ്റെ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ഈറ്റ്സ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, അവർ കുറച്ച് നമ്മുടെ ഇന്ന് അങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന് കിട്ടുന്നത് മറ്റൊന്നിനെ തിന്നുന്നു, ആ നിലയിൽ അതിനെ കണക്കാക്കിയ മതിയെന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും എല്ലാ നിലയിലുള്ള പലിശ ഏർപ്പാടുകളും അതിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ സാഹചര്യവും സന്ദർഭമൊക്കെ ഖലീഫത്തുള്ള ചെറിയ നിലയിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ദെർ വെർ മെനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, അനേകം പ്രയാസമേറിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെൻ പീപ്പിൾ ഓഫ് ഏർലി ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആദിമകാലത്ത്, ഹാഡ് ടു ഹാവ് റിക്കോഴ്സ് ടു ഇൻട്രസ്റ്റ് ടേക്കിംഗ്, അവർക്ക് പലിശ എടുക്കേണ്ടി വന്നു, സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള അനേകം, കാരണം പലിശയെ അവലംബമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം അവിടെ നടമാടിയിരുന്നു. അപ്പം അത് സ്വീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. വൺ ഓഫ് വിച്ച് വാസ് ഡ്യൂറിങ് വാർ ടൈം, പ്രത്യേകിച്ച് യുദ്ധസമയത്ത് സാമ്പത്തികമായി വളരെ വലിയ ചിലവ് ആവശ്യമുണ്ട്. ആ സമയത്തൊക്കെ ഇത് കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ബട്ട് ഇസ്ലാം ക്ലിയർലി കണ്ടംസ്, എന്നാൽ ഇസ്ലാം വ്യക്തമായിട്ട് ഇതിനെ ആക്ഷേപിക്കുകയാണ്, മോശപ്പെടുത്തി പറയുകയാണ്. സച്ച് ആൻ ആക്ട്
ആൻഡ് റെക്കമെൻഡ്സ് ദാറ്റ് ട്രൂ മുസ്ലിംസ്, എന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ട്രൂ മുസ്ലിംസ്, യഥാർത്ഥമായ മുസ്ലിങ്ങൾ, ആർ ദോസ് ഹു സ്റ്റേ ഫ്രീ ഫ്രം ദ ബർഡൻ ഓഫ് ഉസ്രി, ഈ അമിത പലിശ ഏർപ്പാടിൽ നിന്ന് അവർ അകന്നു നിൽക്കും. ആൻഡ് ഡു നോട്ട് എൻ്റർ ഇറ്റ് സർക്കിൾ, അവർ ഈ വൃത്തത്തിനകത്ത് പ്രവേശിക്കുകയില്ല. ഫോർ ഇറ്റ് ഈസ് എ വിഷ്യസ് വൺ, തീർച്ചയായിട്ടും ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിൽ നിന്നും സത്യവിശ്വാസികൾ പുറത്തായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. Because the Muslims are those who stay free from the burden of usury and do not enter its circle, for it is a vicious one. അധാർമികമായ ഒരു വൃത്തമാണിത്. ഈ വൃത്തത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനകത്ത് പ്രവേശിക്കേണ്ടി വരുന്നവർ വളരെ ജാഗ്രതയോടുകൂടി അതിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഹാർഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് പറയുന്നു. ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞതൊക്കെ 100% ശരിയാണ്. നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ ചെറിയ നിലയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന നിലയിൽ ബാങ്കിങ് നടക്കുന്നു. ആ ബാങ്കിങ്ങിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കാ ബാങ്കിങ്ങിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റുന്നത്? ഒന്ന്, അത് നിർബന്ധിതമായ സാഹചര്യത്തിൽ. മറ്റേതെങ്കിലും ഒരു ഈ ബിസിനസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരുവൻ്റെ കയ്യിൽ കുറേ ധനം ഉണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് അവന് ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അപ്പോൾ ഇതാർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ അവിടെ അതിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങൾ വളരെ കൂടുതലായിരിക്കും ഓരോ മാസം. ഇപ്പോൾ രാവിലെ 1,00,000 രൂപ കൊടുത്തിട്ട് വൈകിട്ട് ചിലപ്പോൾ അത് 1,4 ലക്ഷമായിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അവൻ വാങ്ങിച്ച് ചിലപ്പോൾ ബിസിനസ് മറ്റെന്തെങ്കിലും നടത്തുകയായിരിക്കും. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഒരു സത്യവിശ്വാസി നോക്കിക്കാണേണ്ട രീതിയിൽ കാണുക. അത് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി. ഈ പലിശ സമ്പ്രദായം മോശമായ ഒരു കാര്യമാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുവാൻ സംശുദ്ധമായ വഴികൾ തേടി ഉള്ള ഒരു ജീവിതം നാം കണ്ടെത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ്. ഇഫ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ, ഹാഡ് ബീൻ ഒബ്സർവ്ഡ്, അവരത് ആചരിച്ചിരുന്നെങ്കിൽ, കൽപ്പനകളെ, വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകളെ ബൈ വൺ ആൻഡ് ആൾ, എല്ലാവരും അത് അംഗീകരിച്ചിരുന്നു എങ്കിൽ, ദെൻ ടുഡേ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് പീപ്പിൾ വേൾഡ് വൈഡ്, ലോകമെങ്ങുമുള്ള ജനങ്ങൾ വുഡ് നോട്ട് ഹാവ് ബീൻ പ്രിസണേഴ്സ് ഓഫ് ഉസ്രി, ഈ പലിശയുടെ അടിമകളായി തീരേണ്ടി വരില്ലായിരുന്നു, തടവുകാരായി മാറേണ്ടി വരില്ലായിരുന്നു. ഇന്ന് ഓരോ വ്യക്തിയും പലിശ കൊടുക്കേണ്ടുന്ന അവസ്ഥയിലാണ്. അത് നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മളെ ഭരിക്കുന്നവർ കടമെടുത്തിരിക്കുകയാണ്. നമ്മളെയും നമ്മുടെ സമ്പത്തിനെയും അവർ കടപ്പെടുത്തിയിട്ടാണ് അവർ ആ ധനം സമാഹരിച്ച് വികസനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലിശയുടെ പിടുത്തത്തിലാണ്, നീരാളിപ്പിടുത്തത്തിലാണ് ഇന്ന് ലോക ജനത. ലോക ജനതയും അപ്രകാരം തന്നെയാണ്, പലിശയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദ റിച്ച് നോട്ട് ഗെറ്റിംഗ് റിച്ചർ ഇല്ലിസിറ്റ്ലി, അധാർമികമായ നിലയിൽ ഒരു പണക്കാരന് കൂടുതൽ പണക്കാരനാകാൻ പറ്റുകയില്ല. ധർമ്മത്തോടു കൂടിയായിരിക്കണം അവൻ മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് ദ പുവറർ ത്രൂ ഇൻഒബ്സർവൻസ് ഓഫ് ദ റിപ്പാർട്ടീഷൻ ഓഫ് റിച്ചസ്, ഈ വസ്തുവകകൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള പങ്കുവയ്ക്കൽ നടക്കാത്തത് മൂലം പണക്കാർ കൂടുതൽ പണക്കാരാകുകയും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നു. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും പണക്കാർ കൂടുതൽ പണക്കാരായി മാറുകയും ചെയ്യുന്നു.
അല്ലാഹുത്താല കൽപ്പിച്ച ഈ കൽപ്പന അനുസരിച്ചുള്ള വീതം വെക്കൽ നടത്താത്തത് കൊണ്ട്. There exists one thing in Islam. ഇസ്ലാമിൽ നിലനിൽക്കുന്ന ഒരു കാര്യം which is vital for its survival and the survival of the people adhering to it. ഇത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ കൽപ്പനകളെ പിന്തുടരുന്ന ആളുകളും അവർക്ക് നല്ല ഒരു നിലനിൽപ്പുണ്ടാവുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇന്നോവേറ്റബിളി കമ്പാഷൻ. ഇതിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അനുകമ്പ അള്ളാഹു ഉൾപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ആൻഡ് അഡ്ഹറൻസ്, അത് പിന്തുടരണം ടു ഈച്ച് ഓഫ് ദ ലാസ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഓരോ നിയമങ്ങൾ അവൻ പറയുമ്പോഴും അതിനകത്ത് അള്ളാഹു താല ഉൾപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കമ്പാഷനാണ്, അനുകമ്പയാണ്, ദയാവായ്പാണ്. തൻ്റെ സഹജീവികളോടുള്ള ആ സ്നേഹവും ആർദ്രതയും സഹായ മനോഭാവവും അവരുടെ ക്ഷേമത്തിലുള്ള താല്പര്യവും നിഴലിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും. മറ്റത് ഈ കൽപ്പനകളെ നമ്മൾ പിന്തുടരുന്നില്ല എങ്കിൽ പിന്നീട് നമ്മെ ഭരിക്കുന്നത് പൈശാചിക ശക്തിയാണ്, സ്വാർത്ഥതയാണ്. എനിക്കിന്നുള്ളതിനേക്കാൾ കൂടുതൽ നാളെ ഉണ്ടാകണം എന്ന നിലയിൽ അത് അള്ളാഹു പറഞ്ഞു തന്ന വഴികളിലൂടെ നിങ്ങൾ ആർജിക്കുക, എന്നിട്ട് അവൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹു താല സമൃദ്ധിക്കുമേൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുന്നുണ്ട്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ നിങ്ങൾ ഭയപ്പെടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുള്ള വഴികൾ ഇത് അവൻ പറഞ്ഞ കൽപ്പനകൾ വിട്ടുകൊണ്ടുള്ള വഴികളിലൂടെ ചരിക്കുമ്പോഴാണ് നമുക്ക് നാശം ഇഹലോകത്തും നാളെ പരലോകത്തും സംഭവിച്ചു പോകുന്നത്. കമ്മോഡിറ്റീസ് ഓർ ഫുഡ് ബോട്ട് വിത്ത് ദ ഇൻട്രസ്റ്റ് മണി. ഈ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ അഥവാ ഭക്ഷ്യവസ്തുക്കൾ ഈ പലിശ കൊണ്ട് വാങ്ങിയത്, സച്ച് മണി വിച്ച് ഈസ് സ്റ്റാമ്പ്ഡ് വിത്ത് ദ സഫറിങ് ഓഫ് അതേഴ്സ്. ഈ അമിത പലിശ വാങ്ങിച്ച് അതിനുള്ള സാധന സാമഗ്രികളും വീടുകളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്ന അത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ നിൽക്കുന്നത്. ഈസ് കണ്ടംനബിൾ ഫോർ ഇറ്റ് നോട്ട് ഓൺലി ഡാർക്കൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് മാൻ. മനുഷ്യ ജീവിതത്തെ ഒരു അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന നടപടിക്രമമാണ്. പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് പകരം അവരെ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിക്രമമായതുകൊണ്ടാണ് ഇതിനെ നിരോധിച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഫയർസ് അപ്പ് ദ റിയാക്ഷൻസ് ഓഫ് ഷാർപ്പ് ചാസ്റ്റിസ്മെൻറ്റ് ഫോർ ദ വൺ ഹൂ കൺസ്യൂംസ് ഇറ്റ്. ഇതുപയോഗിച്ച് ജീവിച്ച് അല്ലെങ്കിൽ വളർന്ന് വലുതായി ധനാഭിവൃദ്ധി നേടിയ അവർക്ക് അവസാനം അള്ളാഹു താല ഒരു ഷാർപ്പ് ചാറ്റിസ്മെൻറ്റ്, അവർക്കൊരു ശിക്ഷ അള്ളാഹു താല ഇതുപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൊള്ളപ്പലിശയുമായിട്ടിരുന്ന് നമ്മുടെ ജീവിതം ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെടുത്തി കളയാതെ ഇതിൽ നിന്ന് നിങ്ങൾ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഇതിൽ നിന്നും അകലം പാലിക്കുക. ആൻഡ് സ്റ്റേയിങ് അവേ ഫ്രം ഇറ്റ് ഓൾ ഷാൽ ഗ്യാരണ്ടി ദ ട്രൂ സെർവൻ്റ് ഓഫ് അല്ലാഹ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ് ടു എ ബെറ്റർ വേ ഓഫ് ലൈഫ്. ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹു താല പറഞ്ഞു തന്ന വഴികളിലൂടെ നിങ്ങൾ ബിസിനസ്സോ മറ്റേതെങ്കിലും രീതിയിലുള്ള നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമെങ്കിൽ അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹു താല വളരെ വലിയ പ്രകാശമാനമായ വഴികൾ തുറക്കപ്പെടുന്നതാണ്. ദ ട്രൂ സെർവൻ്റ് ഓഫ് അല്ലാഹ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ് ടു എ ബെറ്റർ വേ ഓഫ് ലൈഫ്. ഉത്തമമായ നല്ല ഒരു ജീവിത വഴി അള്ളാഹു തുറന്നു കൊടുക്കണം. ഡിവോയ്ഡ് ഓഫ് ദ ബ്ലെമിഷസ് ഓഫ് സാത്താൻ. ഈ സാത്താൻ്റെ അഭാവമുള്ള ഈ മാലിന്യങ്ങളിൽ നിന്ന് സാത്താൻ നമ്മളെ മാലിന്യങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ് ഈ പലിശയും അമിത പലിശയുമാകുന്ന വഴികൾ.
അതിൽ നിന്ന് നമ്മൾ മോചനം തേടുകയാണെങ്കിൽ നമ്മൾ സംശുദ്ധമായ ഒരു ഇടവഴിയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഈ സാത്താൻ്റെ ബ്ലെമിഷസ് ഓഫ് സാത്താൻ എന്ന് പറയുന്ന സാത്താൻ്റെ ഈ മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രീഡ്, അത്യാഗ്രഹം ഇട്ടുതരും. അരഗൻസ്, അഹങ്കാരം ഇട്ടുതരും. ദ നീഡ് ടു എൻറിച്ച് ഓൺ സെൽഫ്, എനിക്ക് ഭയങ്കര പണക്കാരനാകണം എന്നുള്ള അവൻ്റെ ഒരു ആഗ്രഹം, ഒരു ആവശ്യം, അതാണ് അവനെ ഭരിക്കുന്നത്. വേറെ ഒന്നും അവൻ ഇടവും വലവും ഒന്നും നോക്കുന്നില്ല. ഇതാണ് സാത്താൻ നമുക്ക് ഇട്ടു തരുന്നത്. ഇതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് അല്ലാഹു തആല പറഞ്ഞു തന്ന ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. പലിശ മനുഷ്യൻ്റെ ഐശ്വര്യത്തിന്, ക്ഷേമത്തിന്, നന്മയ്ക്ക് എതിരാണ്. അത് അമിത പലിശ എന്ന പേരിലാണ് അതിനെ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റം നമുക്ക് നിലനിർത്തുന്ന നിലയിലുള്ളത് ഒരു അമിത പലിശയായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുക, ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുക. അവൻ്റെ വഴിയും അവൻ്റെ കൽപ്പനയും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ബെറ്റർ ലൈഫ് നമുക്ക് നൽകും എന്ന് ഉറപ്പ് നൽകുന്നു. കാലത്തിൻ്റെ ഇമാമിൻ്റെ ഈ വിശദീകരണത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുകയും പലിശ ഏർപ്പാടുകളിൽ നിന്ന് പരിപൂർണമായിട്ട് മുക്തമാകാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ഖലീഫത്തുള്ള പറഞ്ഞതുപോലെ ഇതിനകത്തകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അകത്തായവർ പുറത്താകാൻ വേണ്ടി കഠിനയത്നം നടത്തുക. പുറത്ത് നിൽക്കുന്നവർ ഒരു രീതിയിലും അകത്താകാതിരിക്കുവാനും കഠിനയത്നം ചെയ്യുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. അവൻ തുറന്നു വയ്ക്കുന്ന ബെറ്റർ ലൈഫിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവൻ നയിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.